എനിക്ക് ആദ്യ കുട്ടി ഉണ്ടായിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രഗ്നൻ്റ് ആവുന്നത്. എൻ്റെ ആദ്യത്തെ അബോഷനായി. രണ്ടാമത്തെ കുട്ടിയാണ് 7 വയസ്സുള്ളത്. പിന്നെ ഇതുണ്ടായിരുന്നപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, ബ്ലീഡിങ് പണ്ടത്തെ പോലെ തന്നെ ആവുമെന്ന്. അതുപോലെ തന്നെ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ട്, കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 2ാമത്തെ മാസത്തെ സ്കാനിങ്ങിലും 3ാമത്തെ മാസത്തെ സ്കാനിങ്ങിലും ഇത് തന്നെയായിരുന്നു. പക്ഷേ ഡോക്ടർ ഒരിക്കലും കളയണമെന്ന് എന്നോട് പറഞ്ഞില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു മാത്രമാണ് പറഞ്ഞത്. 3ാം മാസത്തിലെ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഡോക്ടർ പറഞ്ഞു പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം, ഇല്ലെങ്കിൽ നമുക്കിത് കിട്ടുമെന്ന് തോന്നണില്ല. കാരണം ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, പിന്നെ ലീവ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ജോലിക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഫുഡിൻ്റെ ഒരു പ്രശ്നം, ഫുഡ് ഇൻഫെക്ഷൻ വന്ന് ഞാൻ പിന്നെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഡെലിവറി പെയിൻ പോലെ ഒരു പെയിൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു, കൺട്രാക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നീ നന്നായിട്ട് പ്രാർത്ഥിക്ക്. എനിക്കാണെങ്കിൽ കൃപാസന മാതാവിനെ പറ്റി അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു ഇതുള്ളതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ഇവിടുത്തെ ഒരു പത്രം തന്നു. ഞാനാണെങ്കിൽ അതിൽ ഇത് മുഴുവൻ വായിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞാനിവിടെ വന്ന് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം 4ാമത്തെ ഒരു 4D സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനുണ്ട്. അത് കുഞ്ഞിൻ്റെ എല്ലാം അറിയാൻ പറ്റുന്ന ഒരു സ്കാനാണ്, വളർച്ചയെത്തിയോ എല്ലാം അറിയാൻ പറ്റുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ബ്ലീഡിങ് ഇല്ല, കൊച്ചിന് പൂർണ്ണ വളർച്ചയുണ്ട്, നീ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറഞ്ഞു. പിന്നീടുള്ള എല്ലാ മാസങ്ങളും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ്റെ സമയത്തും ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് എനിക്ക് കുഞ്ഞിനെ നൽകി. ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിന് വേറൊരു കുഴപ്പങ്ങളുമില്ല, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് ദൈവം എനിക്ക് നൽകിയത്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥനയിലും പള്ളി പോകാനൊക്കെ ഒത്തിരി സമയം ഞങ്ങൾ കണ്ടെത്തി ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.